ഓ മോനെ എനിക്ക് മനസ്സിലായി. എന്താ വെറുതെ ഗെയിം കണ്ടുപിടിക്കണ്ടായിരുന്നു. വൈക്കൽ ലാബ്സിന്റെ അടുത്തൊരു ടാസ്ക് വന്നിരിക്കുകയാണ്. ഹലോ എവ്രിവൺ, വെൽക്കം യു ഓൾ ടു മൃദ്വ വ്ലോഗ്സ്. മൃദ്വ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മള് ഇന്നൊരു അടിപൊളി ദിവസം ദീപാവലിയാണ്. അപ്പൊ ദീപാവലി ആയിട്ട് വൈകുന്നേരം ഒരു കുറച്ച് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഒന്നുമില്ല, വൈകുന്നേരം വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മള് കുറച്ച് ഇടിഞ്ഞിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് കുറെ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അതെ, നോർമലി നമ്മൾ ദീപാവലി അങ്ങനെ അധികം ആഘോഷിക്കാറില്ല. കുറച്ച് പടക്കം മേടിക്കും, പൊട്ടിക്കും എന്നുള്ളതല്ലാണ്ട് ഇപ്രാവശ്യത്തെ ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മാവയും കൂടി ഉണ്ട്, ധ്വനി ബേബിയും കൂടി ഉണ്ട്. അപ്പൊ അതൊരു സ്പെഷ്യലാണ്. വേറെ സ്പെഷ്യാലിറ്റി ഉള്ളത് നമ്മുടെ ഈ വീട്ടിൽ വെച്ച് ഫസ്റ്റ് ദീപാവലിയാണ്. അതെ, ഇതിനു മുമ്പ് നമ്മൾ കൈമനത്തെ വീട്ടിലായിരുന്നു ദീപാവലി സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. ഞാനും മാത്രം. യെസ്, നമ്മൾ രണ്ടുപേരും മാത്രം. ചെറിയ കുറച്ച് കമ്പിത്തിരി, മത്താപ്പൂ, പൂത്തിരി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് കുറച്ചുകൂടെ ഒന്ന് ഒരു പടി മേലെ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ നമ്മള് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ് ഇവിടെ. അപ്പൊ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ഫാൻസ് അസോസിയേഷൻ ഉള്ള ഒരു സ്ഥാപനമാണ് വൈക്കൽ ലാബ്സ് എന്ന് പറയുന്നത്. സോ വൈക്കൽ ലാബ്സിന്റെ ഒരു ഗെയിമോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ദീപാവലി സെലിബ്രേഷൻ തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഇതുണ്ട്, ഗെയിംസ് ഉണ്ട്. അതിന്റെ ഗെയിമാണല്ലോ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. കുറച്ച് ഇടിഞ്ഞിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഏകദേശം കുറച്ച് അത്യാവശ്യം ഇടിഞ്ഞിലുകളുണ്ട്. അപ്പൊ നമ്മുടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ഇടിഞ്ഞിൽ ബേസ് ഉള്ള ഒരു പിരമിഡ് ഉണ്ടാക്കണം. അതായത് ആദ്യം 5 ഇടിഞ്ഞില്, അതിന്റെ മേളിൽ 4 ഇടിഞ്ഞില്, പിന്നെ 3 ഇടിഞ്ഞില്, പിന്നെ 2 ഇടിഞ്ഞില്, പിന്നെ ഒരെണ്ണം. അപ്പൊ അങ്ങനെ ഒരു പിരമിഡ് ആയില്ലേ? അങ്ങനത്തെ ഒരു പിരമിഡ് ആദ്യം ഉണ്ടാക്കുന്നത് ആരാണോ അവരാണ് വിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ടിസിപ്പൻസ് നമ്മൾ രണ്ടുപേരുമാണ് കേട്ടോ. ഗെയിം മനസ്സിലായല്ലോ അല്ലെ? ഗെയിം മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ തുടങ്ങാൻ പോവാണ്. ഇത് കഴിഞ്ഞാലും വേറെ ഗെയിംസ് ഉണ്ടോ? അത് തോന്നുന്ന പോലെയൊക്കെ വരും. മനസ്സിലായില്ലേ? ഇതിനൊരു പ്രത്യേക നിയമമൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ള ഗെയിംസ് ഉണ്ട്. എല്ലാരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗെയിംസ് വരാൻ സാധ്യതയുണ്ട്. ഓ, അപ്പൊ ജാഗ്രത എല്ലാവർക്കും. ഇന്നിപ്പോ അനു ഇവിടെ ഉണ്ട്, യാമി കുട്ടിയും ഉണ്ട്. അപ്പൊ യാമിയുടെ ആദ്യത്തെ ദിവാലിയാണ് ഇത് അല്ലേ? അതെ, നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ എല്ലാവരും ഫസ്റ്റ് ദിവാലിയാണ്. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, റെഡി? 3, 2, 1, ഗോ. അമ്മേ, ഈ കഴിഞ്ഞില്ല, ഇത് മൊത്തം കത്തിക്കണം ഫുള്ളായിട്ട്. കത്തിക്കോ ഏട്ടാ? എനിക്കെന്താ ഏട്ടാ? എന്നാ അപ്പൊ ഞാൻ 5 ചോദിച്ചു, നീ 5 ചോദിച്ചിട്ട് തിരിച്ചോണ്ടാ. ഓക്കെ. ഓ മോനെ എനിക്ക് മനസ്സിലായി. എന്താ എല്ലാം കൂടെ ഒരുമിച്ച് കത്തിച്ചിട്ട് വെക്കാനല്ലേ പ്ലാൻ? ചെറിയൊരു പാളിച്ച പറ്റി. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കത്താൻ കുറെ സമയം എടുത്തു. കയ്യിലൊന്നും പറ്റില്ലേ?
ഏട്ടാ സൂക്ഷിച്ച് എന്നെ ഒഴിക്കേട്ടാ, എന്നെ വെച്ചില്ലെങ്കിൽ അത് കത്തി ഇതായി പോവും. 2 വാരൊന്നും കത്തില്ല, ഒറ്റ വാര കത്താൻ പാടുള്ളൂ കേട്ടാ. 2 വാരൊന്നും പറ്റൂല. അതൊക്കെ പോയിന്റ് കൂടുതൽ കിട്ടും. പോയിന്റ് ഒന്നും കൂടുതൽ കിട്ടില്ല. പറഞ്ഞതിന്ന് ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാൻ പാടില്ല. യാമി അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ആള് കുറച്ച് വയലന്റ് ആയതുകൊണ്ട് അമ്മ എടുത്തു വെച്ചിരിക്കുന്നു കയ്യില്. ഇത് പിരമിഡ് ഒന്നും അല്ലത്. പിരമിഡ് ആവണം, പിരമിഡിലാണ് കലയിരിക്കുന്നത്. എന്താ പിരമിഡ് ആയില്ലല്ലോ? ആയിക്കൊണ്ടിരിക്കുന്നു. എന്റേതായിട്ടോ? എന്റേതായി. പിരമിഡ് ഇല്ല ഇല്ല ഇല്ല. പിരമിഡ് ഇല്ല ഇല്ല ഇല്ല. പിരമിഡ്. ആരാണ് ജയിച്ചത്? അതെങ്ങനെ ശരിയാവും? എല്ലാം ആയി കഴിഞ്ഞു. ഏട്ടനോടെ ഒന്നും ആയി കഴിഞ്ഞില്ല. എന്റെ ഇവിടെ കഴിഞ്ഞു. എന്തൊന്നും കഴിഞ്ഞു? അയ്യോ, കൈയും ചെറുതായിട്ട് പൊള്ളി. എന്റെതും ചെറുതായിട്ട് പൊള്ളി. തീക്കളിയാണിത്. വെറുതെ ഗെയിം കണ്ടുപിടിക്കണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടല്ലോ ഇത്രയും കത്തി ഇങ്ങനെ വന്നപ്പോ. ഇതിന്റെ ഇടയിൽ ഒന്നും കത്തിയില്ലേ? ഒരെണ്ണം കത്തിയില്ല ഇതിന്റെ ഇടയില്. ഏതാണ് ഏട്ടൻ? എന്താണ്ട് എന്റെ കത്തിയത് കെട്ടുപോയതാണ്. ഇതാണ് വിജയത്തിന്റെ പെൺകുടി. ഇതാണ്ട് അവിടെ നടുക്ക് പാറയിരിക്കുന്നതുണ്ടോ? വിജയത്തിന്റെ പെൺകുടി നടുക്ക് പാറച്ചുകൊണ്ട് അങ്ങനെ വിജയകരമായി ഞാൻ ഒരു ഏതാനും സെക്കൻഡുകൾക്ക് പുറകിലായി തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. പിന്നെ ഭാര്യയാണല്ലോ ജയിച്ചത്. സംഭവം നമ്മള് വളരെ എന്താ പറയാ, ശക്തമായ പുരുഷന്മാരെല്ലാവരും ഭാര്യമാർക്ക് വിട്ടുകൊടുക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഭാര്യ ഒരു പ്രാവശ്യമെങ്കിലും ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിട്ടുകൊടുത്തിരിക്കുന്നു. കളി കണ്ടുപിടിക്കുന്ന സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. 15 ഒരു 30 ഇടിഞ്ഞില് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ട് നമ്മൾ വെളിയിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് പോവാം. നല്ല അടിപൊളി മധുരമുള്ള സ്വീറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും വീട്ടിലുണ്ടാക്കിയൊന്നുമല്ല, പുറത്തുനിന്ന് മേടിച്ചതാണ്. ആക്ച്വലി വീട്ടിലുണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു സമയക്കുറവും. വീട്ടിലുണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് വറുത്ത റവ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക തുടങ്ങിയ സാധനങ്ങളെല്ലാം മേടിപ്പിച്ചു എന്നെ കൊണ്ട്. പക്ഷേ ഒന്നും ഉണ്ടാക്കി തന്നില്ല എനിക്ക്. ആ ഒരു വിഷമവും ആ ഒരു അമർഷവും ദേഷ്യവും ഞാൻ അമ്മൂയിൽ ഞാൻ പ്രകടിപ്പിക്കുന്നതായിരിക്കും ഈ വരുന്ന ക്ലിപ്പുകളിൽ. ഓക്കെ, ഇത് കരുതിയിരുന്നു. അപ്പൊ നമ്മള് സ്വീറ്റ്സ് ഒക്കെ റെഡിയാണ്. പിന്നെ വളരെ ഓർഗാനിക് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിന്റോളയുടെ പീനട്ട് ബട്ടർ ഓർഗാനിക് ജാഗറി ഫ്ലേവറില് നമ്മൾ റൈസ് കേക്കിന്റെ പുറത്ത് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഈ പീനട്ട് ബട്ടറൊക്കെ തേച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര നാച്ചുറൽ ആണ്. പിന്നെ അത് മാത്രമല്ല ഷുഗറോ സോൾട്ടോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ ആയിട്ട്. പിന്നെ 10 gram ഓഫ് പ്രോട്ടീൻ ഉണ്ട് ഒറ്റ സെർവിൽ തന്നെ. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്, സോയ് ഫ്രീ ആണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, പീനട്ട് ബട്ടറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ റിച്ച് ഇൻ കാൽഷ്യം, മെഗ്നീഷ്യം, സിങ്ക്, ഇതിലെല്ലാത്തിലും വളരെയധികം റിച്ച് ആണ്. പിന്നെ യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വേ പ്രോട്ടീൻ ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 100% നാച്ചുറൽ ആണെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനകത്ത് ഇതിന്റെ കണ്ടന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി. കുറച്ച് നേരം നമ്മൾ അല്ലാതെ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് കഴിയുമ്പോഴത്തേനും ഓയിൽ ഡെപ്പോസിഷൻ ഉണ്ടാവും ടോപ്പിൽ. നമ്മൾ വേറെ ഒരു പീനട്ട് ബട്ടറിലും കണ്ടിട്ടില്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ്. ബിക്കോസ് ഇത് 100% നാച്ചുറൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇത് ഫ്രീ ഫ്രം ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് ആണ്. പിന്നെ ഈ ഒരു റൈസ് കേക്ക് നമ്മുടെ പിന്റോളയുടെ ഹോൾ ഗ്രെയിൻ ബ്രൗൺ റൈസ് കേക്കാണ്. ഇതിനകത്തും
പ്രോട്ടീൻ റിച്ച് ആണ്, പിന്നെ ഹൈ ഫൈബർ ആണ്, പിന്നെ 30 കിലോ കലോറിയേ ഉള്ളൂ ഒരു കേക്കിനകത്ത്. വളരെ കലോറി ലെസ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ട്രാൻസ് ഫാറ്റ് ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്യൂ. വളരെയധികം ഹെൽത്തിയാണ്. ഞാൻ എൻ്റെ ഒരു ഡെയിലി ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് പീനട്ട് ബട്ടർ റൈസ് കേക്ക് എന്ന് പറയുന്നത്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോയി പർച്ചേസ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നമുക്കിത് കഴിക്കാൻ തുടങ്ങാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ റൈസ് കേക്ക് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്കിത് കഴിച്ചു തുടങ്ങാം. യെസ്, എല്ലാവർക്കും കൊടുത്തു. അച്ഛൻ അപ്പോൾ ഗൈസ് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു എങ്കിൽ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടാസ്കിലേക്ക് കിടക്കാം. നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? യെസ്. അവിടെ റൈസ് കേക്ക് വായിക്കകത്ത് കുടുങ്ങി അനുവിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സോ അച്ഛൻസ്, നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും റെഡിയാണ്. അപ്പൊ നമ്മൾ നേരെ അടുത്ത ടാസ്കിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നു. ഇത് രാജ പാർട്ടി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഇത് സംഭവം? എനിക്കിത് ആദ്യം കണ്ടപ്പോൾ എന്താ മറ്റേ അമേരിക്കയിലെ ഹാലോവിൻ പാർട്ടിക്കുള്ള കോസ്റ്റ്യൂമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, ഇത് നമ്മുടെ ദീപാവലിക്ക് വേണ്ടി നമ്മുടെ ധ്വനി ബേബിയുടെ സ്പെഷ്യൽ കോസ്റ്റ്യൂമാണ്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഹലോ ധ്വനിക്കുട്ടി. ഗെയിമിലൊരു ചെറിയൊരു കഴിവ് സംഭവിച്ചിരിക്കുകയാണ്. ഗെയിം എവിടെ നടത്തിയോ അവിടെ നിന്ന് ഈ വിളക്കുകളൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എല്ലാം ചുട്ട് പഴുത്തിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ദീപാവലിയിൽ നമ്മൾ പൂജാമുറിക്ക് നേരെ താഴെയായിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ തൽക്കാലം നമ്മൾ ഇങ്ങനെ അറേഞ്ച്മെന്റ്സ് നമ്മളോട് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇനിയുണ്ട്. വേറെ സംഭവങ്ങളുണ്ട്. ഇനിയും കുറെ ഇടിഞ്ഞല് ബാക്കിയുണ്ട്. അതൊക്കെ നമ്മൾ പുറത്ത് വെച്ച് വേറെ ഇടിഞ്ഞല് ബാക്കിയുണ്ട്. അപ്പൊ ഇത് ഗെയിമിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച ഇടിഞ്ഞിലാണ്. ഇത് ചൂടാറിയിട്ട് ഇതും കൂടെ നമ്മൾ ടെറസിന് വേണ്ടി. അപ്പൊ ബാക്കിയുള്ള ഇടിഞ്ഞിലുകൾ നമുക്ക് കത്തിച്ച് വെളിയിൽ വെക്കാം. യെസ്. ദീപാവലി ആയിട്ട് സ്പെഷ്യൽ ലൈറ്റിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഡയമണ്ട് ഷേപ്പ് റിഫ്ലക്ഷൻ ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടല്ലേ. നൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വിളക്കുകളെല്ലാം കത്തിക്കാൻ പോകണം. കുറേ ഇടിഞ്ഞിൽ സ്റ്റെപ്പിൻ്റെ അവിടെ മതിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കത്തിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. വളരെ ചെറിയൊരു സെറ്റപ്പാണ് എങ്കിൽ കൂടെയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള ഇടിഞ്ഞിലുകളെല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ ദിവാലി ആശംസകൾ നേരുന്നതാണ്. മൃദുവ ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. ഏവർക്കും ദിവാലി ആശംസകൾ നേരുന്നു. നമ്മുടെ ധ്വനി ബേബിയുടെയും ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. വൈകെ ലാബ്സിന്റെ അടുത്തൊരു ടാസ്ക് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമല്ല, ഈ വൈകെ ലാബ്സ് എന്ന് പറയുന്നത് നമ്മൾ വിനോദത്തിനും വിജ്ഞാനത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ദീപാവലിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസ് ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. കുറച്ച് നല്ല അടിപൊളി നോളജ് നിങ്ങൾക്കൊക്കെ ദീപാവലിയെ കുറിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ അറിയാം.
ഗിഫ്റ്റ് ഒക്കെ ക്വസ്റ്റ്യൻ ശരി ഉത്തരം പറഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം വരികയാണ്. ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് കേട്ടോ. നമ്മള് നോർത്ത് ഇന്ത്യൻ സെലിബ്രേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങൾ ഇട്ടിരിക്കുന്നത്. കാരണം ഹിന്ദിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ദിവാലി ഫെസ്റ്റിവൽ ഫോൾസ് ഇൻ ദ ഹിന്ദു മന്ത് ഓഫ്. ഏത് ഹിന്ദു മന്തിലാണ് ദിവാലി വരുന്നത്? ഓപ്ഷൻ എ അശ്വിൻ, ഓപ്ഷൻ ബി ചൈത്ര, ഓപ്ഷൻ സി ഫാൽഗുനി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. മൂന്ന് പേർക്കും കൂടെ ആലോചിച്ചിട്ട് ഒരു ഉത്തരം പറയാം. ഫസ്റ്റ് ഇതിന്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉത്തരം പറയാൻ അത് കൈ നോക്കണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. അശ്വിൻ, ചൈത്ര, ഫാൽഗുനി, നൺ ഓഫ് ദിസ്. ഇല്ല, കൈ നോക്കാതെ പറഞ്ഞാൽ ഔട്ടാണ്. ചൈത്ര. ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ അശ്വിൻ. അതായത് അശ്വിൻ മാസത്തിലാണ്, അശ്വിൻ എന്ന ഹിന്ദു മാസത്തിലാണ് ദീപാവലി വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദീപാവലിയുടെ അതായത് ദീപാവലിയുടെ ശരിക്കുള്ള അർത്ഥം എന്താണ്? ഓപ്ഷൻ എ റോ ഓഫ് ലൈറ്റ്സ്, ഓപ്ഷൻ ബി കളേർഡ് ലൈറ്റ്സ്, ഓപ്ഷൻ സി ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. യെസ്, മൃദുല വിജയാണ്. ഓപ്ഷൻ സി ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ എ റോ ഓഫ് ലൈറ്റ്സ് ശരി ഉത്തരം. അതായത് വെളിച്ചങ്ങളുടെ ഒരു നിര, അതിനെയാണ് ദീപാവലി എന്ന് പറയുന്നത്. അടുത്തത് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ദിവാലി ഫെസ്റ്റിവൽ എത്ര ദിവസമാണ്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 1. ഏഴേൽ ഉത്തരം പറയുന്നവർ ഔട്ടാണ്. 2. വീണ്ടും ഉത്തരം തെറ്റിയിരിക്കുകയാണ്. ദിവാലി 5 ദിവസത്തെ സെലിബ്രേഷൻ. എത്ര ദിവസം? 5 ദിവസത്തെ സെലിബ്രേഷൻ. ഞാൻ ഒരു സെക്കൻഡ്. ഓക്കെ, ശരി. നമ്മൾ സ്പെഷ്യൽ പെർമിഷനോട് കൂടി നമ്മുടെ പാർട്ടിസിപ്പന്റ് മൃദുല വിജയനെ നമ്മൾ കുഞ്ഞുമാവയ്ക്ക് പാല് കൊടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വിടുകയാണ്. ബാക്കിയുള്ളത് 2 രക്ഷപ്പെട്ട് എന്റെ ബൈക്ക് ഞാൻ അങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ആർക്കാ വേണം? ഓക്കെ, ഞാൻ ഓക്കെ റെഡി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദിവാലിക്ക് വെക്കുന്ന ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റിന്റെ പേര്. ഓപ്ഷൻ എ ഗുജിയ, ഓപ്ഷൻ ബി ഗുലാബ് ജാം, ഓപ്ഷൻ സി ജലേബി, ഓപ്ഷൻ ഡി രസഗുള. വെരി ഗുഡ്, തെറ്റുത്തരമാണ്. അതിന്റെ പേര് പോലും പറയാറുണ്ട്, ഗുജിയ. ഹിന്ദുയിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് ലിവിങ് അതർ ദാൻ എ റിലീജിയൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല. ഹിന്ദുയിസം പ്രകാരം ഇതിൽ ഏതാണ് ദീപാവലിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതായത് ദ റിലീസ് ഓഫ് 6th ഗുരു ഹർഗോവിന്ദ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ലോർഡ് മഹാവീര അച്ചീവിംഗ് എൻലൈറ്റ്മെന്റ്. ഓപ്ഷൻ സി ദ റിട്ടേൺ ഓഫ് പ്രിൻസ് രാമ ഓഫ് അയോധ്യ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. സി. ഓപ്ഷൻ സി അച്ഛൻ പറഞ്ഞിരിക്കുന്ന ദ റിട്ടേൺ ഓഫ് പ്രിൻസ് രാമ ഓഫ് അയോധ്യ. അയോധ്യയിലെ രാമൻ തിരിച്ചു വന്ന അതാണ് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് വളരെ ശരി ഉത്തരമാണ്. ക്യാമറയ്ക്ക് പിന്നിലാണ് നിൽക്കുന്നെങ്കിൽ കൂടിയും അച്ഛന് കുറച്ച് വിവരമുണ്ട് എന്നിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. അടുത്തതായി, സൗത്ത് ഇന്ത്യയിൽ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? ലോർഡ് കൃഷ്ണൻ, അതായത് നമ്മളുടെ ഭഗവാൻ കൃഷ്ണൻ ഏത് അസുരനെ കൊന്നതിന്റെ പേരിലാണ് നമ്മൾ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഇല്ലാതെ പറയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ഓപ്ഷൻ തരാം. എ ദ്വന്ദ്വാസുര, സി യക്ഷാസ്, ഡി രാക്ഷസ, ഡി നരകാസുര. വെരി ഗുഡ്, നരകാസുര ശരിയുത്തരമാണ്. അതായത് പണ്ട് മുതൽ ദീപാവലിക്ക് ചെയ്തുകൊണ്ടുവന്നിരുന്ന ഒരു സംഭവം എന്താണ്? അതായത് ഡാൻസിങ്, ക്ലീനിങ്, സിംഗിങ്, ബേക്കിംഗ്. വെരി ഗുഡ്, തെറ്റുത്തരമാണ്. അതായത് ദീപാവലിക്ക് പണ്ട് മുതലേ നമ്മൾ ചെയ്തു വന്നിരുന്ന ഒരു കീഴ്വഴക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണ്. നമ്മൾ വീടെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ സംഭവം. ഓക്കെ, ദീപാവലിക്ക് നമ്മൾ വിളക്ക് എത്തിക്കുമ്പോൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത്? വെജിറ്റബിൾ ഓയിൽ, ഒലീവ് ഓയിൽ, മസ്റ്റാർഡ് ഓയിൽ, സീസൺ ഓയിൽ.
വെരി ഗുഡ്. അതിനും അതാ ശരി ഉത്തരം. അങ്ങനെ ഒരിക്കൽ കൂടെ പറഞ്ഞിരിക്കുകയാണ്, മസ്റ്റാർഡ് ഓയിലാണ് നമ്മൾ, അതായത് കടുകെണ്ണയാണ്. ഇതിൽ കട്ടിങ്ങില്ല. ജിഞ്ചർ ഓയിൽ എന്ന ഒരു പുതിയ ഓയിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ റാണി വിജയകുമാർ. തദവസരത്തിൽ ജിഞ്ചർ ഓയിൽ കണ്ടുപിടിച്ച റാണി വിജയകുമാറിന് ഒരു പ്രത്യേക പുരസ്കാരം ഈ ഗെയിമിന് ശേഷം നൽകുന്നതായിരിക്കും. ജിഞ്ചിലി എന്ത് എന്തോ ഒരിക്കലും ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം തരാം. ചോദ്യം ഇനി വേണോ അതോ നമുക്ക് ഇതോടെ നിർത്തണോ? എന്നാ ഒരു അവസാനത്തെ ഒരു ചോദ്യത്തോടു കൂടെ നമുക്ക് ഈ ഒരു ഗെയിം നമുക്ക് അവസാനിപ്പിക്കാം. ഗെയിം അല്ല, ഈ ഒരു ക്വിസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ത്യയിലെ ബാക്കി ഭാഗങ്ങൾ ഒഴികെ തമിഴ്നാട്ടിൽ മാത്രം വൈകുന്നേരമല്ല അവർ പടക്കം പൊട്ടിക്കുന്നത്. പക്ഷെ എപ്പോഴാണ് പടക്കം പൊട്ടിക്കുന്നത്? രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, പാതിരാത്രി, വെളുപ്പാരാവിലെ. വെരി ഗുഡ്. മോർണിംഗ് എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം ശരിയുത്തരമാണ് മോർണിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയും വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് ഈ ഒരു ടാസ്കിൽ ഒന്നാം സ്ഥാനം ലഭിച്ച അനുവിന് ഈ കത്തി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇടിഞ്ഞിലാണ് നമ്മൾ പ്രൈസായിട്ട് കൊടുക്കാൻ പോകുന്നത്. നല്ല ചൂടായതുകൊണ്ട് അനു തന്നെ വന്ന് ഈ ഒരു പ്രൈസ് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചോദ്യോത്തരങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ദിവാലിയെ കുറിച്ച് കുറച്ചെങ്കിലും പുതിയ അറിവുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കുക എന്നതായിരുന്നു ഈ ഒരു ടാസ്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്വീറ്റ്സ് കഴിച്ചു, നമ്മൾ ക്വിസ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. ഇനി വർണ്ണാഭമായ പടക്കങ്ങളിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. Come on. അപ്പൊ ഇത്രയാണ് നമ്മുടെ വർണ്ണാഭമായ പടക്കങ്ങളുടെ കളക്ഷൻസ്. അധികം ശബ്ദമുള്ള പടക്കങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, കുഞ്ഞുവാവുകളുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള പടക്കങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ ഉള്ളത് മുകളിൽ പോയി പൊട്ടുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമാണ്. പിന്നെ കുറച്ച് പൂത്തിരി, കമ്പിത്തിരി, തറചക്രം. അപ്പം നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങിയാലോ? യേ! അപ്പോൾ അതേ നമ്മൾ ആദ്യമായി മേളിൽ പോയി പൊട്ടുന്ന ഒരു ചെറിയൊരു പടക്കത്തിൽ നിന്ന് നമ്മൾ ആഘോഷങ്ങൾക്ക് തിരികൊളുത്താൻ പോവാണ്. കമ്പിത്തിരി കത്തിച്ചു അതിൽ കൊടുക്കാം. എങ്ങോട്ട് പോകുമെന്നൊന്നും അറിയാൻ വയ്യ. നോക്കാം. ഭാഗ്യത്തിന് മേളിൽ പോയി പൊട്ടിയാൽ മതിയായിരുന്നു. കൃഷ്ണ ഭഗവാനേ, ഇല്ല പൊട്ടി പൊട്ടി. സംഭവം അപ്പുറത്തെ ഏതോ ഒരു സ്ഥലത്ത് പോയി വീണു. പൊട്ടിയ ശബ്ദം അധികമായിട്ട് കേട്ടില്ല. അപ്പോൾ ഇനി സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിന് മേളിൽ പോയിട്ട് ബാക്കി മേളിൽ പോയി പൊട്ടുന്ന സംഭവങ്ങൾ പൊട്ടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ബാക്കി പൂർത്തിയും കാര്യങ്ങളൊക്കെ കത്തിക്കാം. ഓക്കെ? ഇറങ്ങടി.
പേടിക്കാനൊന്നുമില്ല. ഇവിടെ ഒരാൾ ഒന്നും അറിയാണ്ട് കിടക്കുകയാണ്. ധനുഷ് ധനുഷ് പാക്കാൻ പറ്റില്ലല്ലോ. പാക്കാം. ഒരു തറച്ചക്രം ചീറ്റിപ്പോയിരിക്കുന്നു ഗൈസ്. ഈ തറച്ചക്രം വേസ്റ്റ് ആയി ഗൈസ്. 4 പ്രാവശ്യം തിരിയുന്ന തറച്ചക്രമായിരുന്നു. പക്ഷേ നടുക്കൽ തിരി കാണാത്തത് കൊണ്ട് അതിങ്ങനെ ഓട്ടയായി പോയി. ഇനി അത് കളയാനേ പറ്റുള്ളൂ. നമുക്കിനി അടുത്ത സംഭവത്തിലേക്ക് പോവാം. കൊള്ളും ചിലപ്പോ. മതി. വച്ചത് കമന്നുപോയോ? തറയിൽ നിന്ന് കത്തുന്ന ഒരു വെറൈറ്റി ചക്രമാണ് ഇത്. നമ്മള് എക്സ്ട്രാ റേറ്റ് കൊടുത്ത് മേടിച്ച സാധനം. തറച്ചക്രം പൊട്ടിയിരിക്കുകയാണ്. അടുത്ത വെറൈറ്റി പടക്കം. ഇതാണ് നമ്മളെല്ലാവരും നമ്മൾ സൂക്ഷിക്കണം. പൊട്ടാത്ത സാധനം വാങ്ങിച്ചാലും തറച്ചക്രം. അച്ഛാ മാറിക്കച്ചാ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നതിന്റെ സൗണ്ട്. അടുത്ത വെടിപൊട്ടുന്ന തറച്ചക്രം. പോണം അങ്ങോട്ട് താമസം 4-in-1 തറച്ചക്രങ്ങളെല്ലാം
ദുരന്തമായി പോയി ഗൈസ്, ഒന്നും കത്തുന്നില്ല. മിനി സൈറൺ ആണ് അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ. അതും ചീറ്റിപ്പോയി ഗൈസ്, അതും ചീറ്റിപ്പോയി. അല്ല, ഇത് ഇത്രേ ഉള്ളൂ. സക്സസ്. അങ്ങനെ ഒരു സാധനം സക്സസ് ആയിരിക്കുന്നു. ഇത് മിനി സൈറൺ. ഇത് നമ്മൾ ആദ്യം ചീറ്റ് എന്ന് വിചാരിച്ചു, പക്ഷെ അത് ചീറ്റ് ചെയ്തല്ല. ഒരു എന്താ പറയുക, ഒരു കുതിപ്പിന് മുമ്പേ ഉള്ള ഒരു ചെറിയ പമ്മലായിരുന്നത്. ബാക്കിയുള്ളത് മുകളിൽ പോയി പൊട്ടുന്ന 2-3 ഐറ്റങ്ങളാണ്. അത് നമുക്ക് ടെറസിന് മേലിൽ പോയിട്ട് അത് കത്തിക്കാം. അയ്യോ, മേളിൽ പോയി പൊട്ടിയേ, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അവസാനത്തെ ഐറ്റം. ഇത് ചീറ്റാതെ 15 എണ്ണം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ അവസാനത്തെ ഐറ്റത്തിലേക്ക് കിടക്കുന്നു ജുമാൻജി. അവസാനത്തെ ഐറ്റം ഇവിടെ താഴെ ഇരുന്നാണ് പൊട്ടിയെന്ന് തോന്നുന്നല്ലേ? എണ്ണിയില്ല, തീർന്നു കാണും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഇവിടെ എല്ലാം ഒരിടത്തിട്ടേരെ അങ്ങനെ നമ്മുടെ ദിവാലി സെലിബ്രേഷൻ പര്യവസാനിച്ചിരിക്കുകയാണ്. പടക്കങ്ങളൊക്കെ പാതി ചീറ്റിപ്പോയെങ്കിലും ബാക്കിയുള്ളതൊക്കെ സർപ്രൈസ് തരുന്ന ഐറ്റങ്ങളായതുകൊണ്ട് നമ്മൾ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അതെ, അല്ല പിന്നെ അത് മാത്രമല്ല, നമ്മൾ ധ്വനിനെ അധികം അങ്ങോട്ടേക്ക് അടുപ്പിച്ചില്ല. കാരണം ഈ തറച്ചക്രങ്ങളുടെ കൂടെ വിത്ത് പടക്കം ഇൻബിൽഡ് ഫ്രീ ആയിട്ട് കിട്ടി നമ്മൾ വാങ്ങിച്ച കടയിൽ നിന്ന്. അതുകൊണ്ട് തറച്ചക്രം 2 കറങ്ങി കറക്കും, പിന്നെ പൊട്ടലായിരുന്നു. അപ്പൊ അതുകൊണ്ട്
സംഭവം നമുക്ക് ഇതിൽ കൂടെ പറയാനുള്ളത് എല്ലാ പടക്ക ഐറ്റങ്ങളും ഡേഞ്ചറസ് ആണ്. ഈവൻ കമ്പിത്തിരി പോലും പൊട്ടിത്തെറിക്കുന്ന കാലതാമസം നമ്മളെല്ലാവരും വളരെയധികം സൂക്ഷിച്ച് വേണം ഇതെല്ലാം ഉപയോഗിക്കാൻ. കുഞ്ഞുങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കുമ്പോഴും വളരെയധികം സൂക്ഷിച്ച് വേണം. ഒരു മുതിർന്ന ഒരാളുടെ കെയർ ഇല്ലാതെ ഒരിക്കലും അങ്ങനെ പൊട്ടാസ് പോലും പൊട്ടിക്കാൻ കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ. സോ നമ്മുടെ കുട്ടി ദിവാലി സെലിബ്രേഷൻ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ ലിയോ ഫാമിലി വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. ലിയോ ഫാമിലി, അതായത് ഞാൻ ലിയോ, ഇവൾ ലിയോ, കുട്ടി ലിയോ. ബൈ.